വിഷമമുണ്ട്. അത് വെളിയിൽ പറയുന്നില്ല. വിഷമമുണ്ട്. പിന്നെ ഇങ്ങനെ ഒന്ന് എളുപ്പം അങ്ങ് പൂട്ടിയിട്ട് പയ്യത്. അയ്യോ അത് തന്നെ എല്ലാവർക്കും കൈയൊഴാണ്ട ക്ഷേത്രം ഇല്ലേ, അമ്പലം ഇല്ലേ. ഞാനിപ്പോ നിൽക്കുന്നത് ആറാലുമൂട് ശിവപുരം ക്ഷേത്രത്തിന്റെ മുൻപിലാണ്. ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ വലിയ നാടകീയ സംഭവങ്ങളാണ് നടന്നത്. ഇവിടെ ഭരിക്കുന്നത്, നഗരസഭ ഭരിക്കുന്നത് CPM ആണ്. കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന് ഈ അമ്പലത്തിലെ പൂജ തടസ്സപ്പെടുത്തി ഗേറ്റ് പൂട്ടി സീൽ ചെയ്തു പോകുന്ന ഒരു സംഭവമാണ് ഇവിടെ നടന്നത്. എന്തായാലും ഇപ്പോൾ ശബരിമല വിഷയമെല്ലാം വലിയ രീതിയിൽ ചർച്ചയായി നിൽക്കുമ്പോൾ തന്നെയാണ് മറ്റൊരു ക്ഷേത്രത്തോടും CPMന്റെ അനീതി പുറത്തു വരുന്നത്. ഇത് ഗവൺമെന്റിന്റെ ഭൂമിയാണ് എന്ന് ആരോപിച്ചാണ് ക്ഷേത്രം കഴിഞ്ഞ ദിവസം വന്ന് ഗേറ്റ് സ്ഥാപിച്ച് ചങ്ങലയിട്ട് പൂട്ടിച്ചത്. ആറാലുമൂട് ശിവപുരം മഹാദേവ ക്ഷേത്രമാണ് ഗേറ്റ് സ്ഥാപിച്ച് ചങ്ങലയിട്ട് പൂട്ടിയത്. SDPയുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് നെയ്യാറ്റിൻകര നഗരസഭ സീൽ ചെയ്തിരിക്കുന്നത്. അതിക്രമിച്ചു കടക്കുന്നത് ശിക്ഷാർഹമാണെന്ന് കാണിച്ച് ഗേറ്റിൽ നഗരസഭ നോട്ടീസും പതിപ്പിച്ചിട്ടുണ്ട്. ഇതോടെ ക്ഷേത്രത്തിലെ പൂജ 2 ദിവസമായി മുടങ്ങിയ ഒരു സാഹചര്യമാണുള്ളത്. സർക്കാർ ഭൂമിയാണെന്നാണ് പറഞ്ഞാണ് നഗരസഭയുടെ ഈ കടുത്ത നടപടി ഉണ്ടായത്. നെയ്യാറിന്റെ ചെറുകനാലിന്റെ തീരത്താണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 1971 കാലപ്പഴക്കം കൊണ്ട് ജീർണിച്ച ക്ഷേത്രം പുനരുദ്ധീകരിക്കാൻ ഭക്തർ തീരുമാനിച്ച ഒരു സാഹചര്യം തന്നെയാണ്. ദേവപ്രശ്നത്തിൽ കനാലിന്റെ മറുകരയിൽ പുതിയ ക്ഷേത്രം സ്ഥാപിച്ച് ശിവപ്രതിഷ്ഠയും മറ്റു പ്രതിഷ്ഠകളും വിധിപ്രകാരം നടത്തണമെന്ന് തെളിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെ ആണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത്. എന്തായാലും ഇവിടുത്തെ ഭക്തരെല്ലാം പറയുന്നത് വളരെ വേദനാജനകമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് നടന്നിരിക്കുന്നതെന്നാണ്. കാരണം ഇത്രയും നാൾ ഒരു തങ്ങൾ പൂജിച്ചിരുന്ന അല്ലെങ്കിൽ കണ്ടു തൊഴുതിരുന്ന മഹാദേവ ക്ഷേത്രം പെട്ടെന്ന് വന്ന് പൂട്ടുക, അതുപോലെ തന്നെ ഇതുവഴി യാത്ര ചെയ്യാനോ മഹാദേവനെ കാണാനോ ഒന്നും പറ്റുന്നില്ല എന്നാണ് നാട്ടുകാർ അധികം പരാതി പറയുന്നത്. ഇത് മനഃപൂർവ്വം SDPക്കാർ ചെയ്തതാണ്, അല്ലെങ്കിൽ ഇവിടുത്തെ സഖാക്കൾ ചെയ്തതെന്ന് തന്നെയാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. വലിയ ദുഃഖകരമായിട്ടുള്ള അവസ്ഥയാണെന്ന് നാട്ടുകാർ പലരും പറയുന്നു. പല അമ്മമാരും പറയുന്നു, കണ്ണീരോടെ പറയുന്നു. ദൈവത്തെ കാണാനോ തൊഴാനോ പറ്റാത്ത ഒരു സാഹചര്യമാണ്. ഇതിലൂടെ യാത്ര ചെയ്യാനോ തിരിഞ്ഞ് മറ്റൊരു വഴിയാണ് പോകുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഇത്രയും കാലപ്പഴക്കമുള്ള ഒരു ക്ഷേത്രത്തോട് വലിയ രീതിയിലുള്ള അനീതിയാണ് ഇപ്പോൾ ഭൂമി തർക്ക പ്രശ്നം പറഞ്ഞ് ചെയ്തിരിക്കുന്നത്. അടുത്ത് തന്നെ നെയ്യാറ്റിൻകര നഗരസഭയിൽ വെച്ച് BJPയുടെ ധർണ, ഹിന്ദു ഐക്യവേദിയുടെ ധർണ ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. വലിയ രീതിയിലുള്ള പ്രക്ഷോഭം ഇതിനെതിരെ നടക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. എന്തായാലും നമുക്ക് നാട്ടുകാർക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. അത് ഇവിടെ കുളം അവരെ ഗവൺമെന്റ് വകയാണ്, അതുകൊണ്ട് നമുക്ക് ചെയ്തുകൂടാ എന്നും പറഞ്ഞും കൊണ്ടാണ് അവർ വന്ന് തടസ്സമാക്കി ഇട്ടത്. ഇത് കുറെ കാലം കൊണ്ട് അപ്പന്റെ ഒക്കെ കാലത്തേ ഉള്ള വിളക്ക് വെപ്പാണ്. അങ്ങനെയാണ് ആ ക്ഷേത്രം വച്ച് അതിലുള്ള പിക്കാണികള് കൊണ്ടുവന്ന് ഉയർത്തി ഇത് കോലാക്കി വെച്ചതിനെ ഇപ്പം വന്ന് തടസ്സമാക്കി പൂട്ടിയിട്ടിട്ട്. ഇപ്പൊ ഇതിലെ ആളുകൾക്ക് ഒന്നും പോകാൻ പറ്റൂല, പറ്റൂല. അതിലെയാണ് മുടുക്ക് വഴി കൂടിയൊക്കെയാണ് പോണത്. അത് എളുപ്പം പോകാനും പറ്റൂല. ചാർക്കും അമ്പലം തുറക്കാറൊന്നുമില്ലേ? തുറക്കും, ഇപ്പം തുറക്കും. അതിൽ വന്ന് വിളക്ക് വെപ്പും തുറക്കും ഒക്കെ ചെയ്യും. അമ്പലത്തിൽ ആർക്കും കയറാൻ പറ്റാത്ത കൂടുതൽ ആളുകൾക്കൊന്നും വരാൻ പറ്റൂല. അങ്ങനെ ശരിക്കും ദ്രോഹമല്ലേ ചെയ്തത്? അതൊരു ക്ഷേത്രത്തോട് ദ്രോഹമല്ലേ? അയ്യോ അത് തന്നെ എല്ലാവർക്കും കൈയൊഴാണ്ട ക്ഷേത്രം ഇല്ലേ, അമ്പലം ഇല്ലേ. ചെറുപ്പം മുതൽ വന്ന് തൊഴുന്ന ഒരു ക്ഷേത്രം തന്നെ, ഭയങ്കര വിളി കേൾക്കുന്ന ഒരു ക്ഷേത്രമൊക്കെ തന്നെ. അവരത് ചെയ്തതിന് വിഷമമുണ്ടോ? നമുക്ക് വിഷമമുണ്ട്, തടസ്സമാക്കിയല്ലോ. ക്ഷേത്രം നേരത്തെ ഇവിടെ ആയിരുന്നു? ക്ഷേത്രം ഇവിടെ ഇല്ലായിരുന്നു, അപ്പുറത്താണ്. അവിടെ നിന്ന് ഇത് വീടുകളും എല്ലാം ചുറ്റുവടം ഒക്കെ ആയപ്പോ അവിടെ നിന്ന് ഇപ്പുറത്ത് ആത്ര പോലെ വച്ച് അതിനെ എടുത്തതാണ്. ഇപ്പൊ ഭൂമി നഗരസഭേന്റെ ആണെന്നാ പറയുന്നത്, അതാണോ? ശരിയാണോ? അല്ല, ഗവൺമെന്റിന്റെ. അപ്പൊ അതുകൊണ്ടാണോ പറയുന്നത്? അപ്പൊ ഇതില് ഇത് കൊടുത്തും കൊണ്ടാടി വന്ന രാം നായർ എന്ന് പറഞ്ഞ ആളാണ് മുമ്പേയൊക്കെ. എന്താണ് പെട്ടെന്ന് നടന്നത്? അവര് വന്ന് പെട്ടെന്ന് പൂട്ടിയിടുകയായിരുന്നു? എന്താണ് അവിടെ സംഭവിച്ചത്? അവർ വന്ന് എളുപ്പം വന്ന് അങ്ങ് പൂട്ടിയിട്ടിട്ട് പോയി. അത്രേ സംഭവിച്ചിട്ടുള്ളൂ. പിന്നീട് വന്ന് പോറ്റിയൊക്കെ വന്നപ്പോഴേ അങ്ങ് അവിടെ പൂട്ടിയിട്ട് പിന്നെ അവർ ഇതിലെയാണ് വന്നത്. ബാക്ക് വഴി വന്നിട്ടാണ് പൂജ നടത്തുന്നത്. പൂജ നടത്തുന്നുണ്ട്. പൂജയുണ്ട്. ഇപ്പൊ അവിടെ ഒരുപാട് വർഷമായിട്ട് ജോലി ചെയ്യുന്നതാണല്ലേ? ഒരുപാട് വർഷം ഇത്രയില് ചെറുതാവുന്ന മുതല്. അപ്പൊ വിഷമമുണ്ടോ ഈ ഒരു ഇതില് പെട്ടെന്ന് അങ്ങനെ ആയപ്പോ? വിഷമമുണ്ട്, അത് വെളിയിൽ പറയുന്നില്ല. വിഷമമുണ്ട്. പിന്നെ ഇങ്ങനെ ഒന്ന് എളുപ്പം അങ്ങ് പൂട്ടിയിട്ട് പയ്യത്. അതൊരു വിഷമമുണ്ട് എനിക്ക്. അത് വെളിയിൽ പറയുന്നില്ല. ഭഗവാനോട് ഞാൻ പറഞ്ഞുകൊണ്ട് പറയും. ഭഗവാൻ അറിഞ്ഞല്ലേ അതൊക്കെ ഒരു വട്ടം അങ്ങനെ വന്ന് പൂട്ടിക്കളഞ്ഞവർക്ക്. അത് ഇത്രയും വർഷമായിട്ട് അവിടെ അത്രയും ഭഗവാനെ കാണുന്നതും തൊഴുന്നതും ഒക്കെ ഇല്ല. അപ്പൊ അങ്ങനെ ചെയ്ത് ശരിക്കും പാവമല്ലേ അവര് ചെയ്തത്?
അപ്പൊ അങ്ങനെ നോക്കുമ്പോ നമുക്കൊരു വിഷമം. അതും കുട്ടിക്കാലം മുതൽ അവിടെ മഹാദേവനെ കാണുന്നതും തൊഴുന്നതും അവിടുത്തെ മഹാദേവൻ മാത്രമില്ല, ഗണപതിയുണ്ട്, മാഹരുണ്ട്, ലക്ഷ്മണനുണ്ട്. ഇത്രയേ ഉള്ളൂ. ചെറുപ്പം മുതലേ അവിടെ പൂജയ്ക്ക് അവിടെ പോവാറുണ്ടോ? ഓ എന്നും എന്നും തൊഴുന്നതാണല്ലേ? ഓ എന്നും ഞാൻ ചെന്നെല്ലാം ചെയ്ത് കൊടുക്കണം. അവിടെ എന്തൊക്കെയാണ് അവിടെ എല്ലാവരും ചെയ്യുന്നത്? അതിലൊരു കമ്മിറ്റിക്കാരാണ് പോകണം. ആദ്യം എവിടെയായിരുന്നു ക്ഷേത്രം ഉണ്ടായിരുന്നത്? ഇവിടെയായിരുന്നു. പിന്നെ എന്താ ഇങ്ങോട്ട് മാറ്റാനുള്ള ഒരു കാരണം എന്തായിരുന്നു? അത് പിന്നെ മാറ്റാൻ വേണ്ടി ഒരു പ്രശ്നം വെച്ചപ്പം മാറ്റണമെന്ന് പറഞ്ഞു. അപ്പോഴങ്ങനെ മാറ്റിയതാണ്. ഇപ്പൊ അത് പണി നടന്നുകൊണ്ടിരിക്കുകയാണല്ലേ? പണി നടക്കണില്ല, അതോടെ നിർത്തിവെച്ച്. ഈ പൂട്ടിയിട്ട് അന്നോട്ട് പണി നിർത്തി വെച്ചിരിക്കുന്നു. പണി നിർത്തി വെച്ചു. അവിടേക്ക് അപ്പൊ പോവാറ് വേറെ പണി ചെയ്യാനൊന്നും അമ്മയ്ക്ക് പറ്റാറില്ലേ? ഞാൻ ചെയ്യണത്, ഞാൻ തൂത്തുവാരണ്, പാത്രങ്ങളൊക്കെ കഴുകി കൊടുക്കും. പോവാറുണ്ടല്ലേ? പോവാറുണ്ട്. പൂജ നിർത്തിയിട്ട് അവിടെ ആരും വരാറൊന്നുമില്ലേ? കൊണ്ട് വരണം. അവർ തൊഴാൻ പറഞ്ഞു. ഇതിലേ വരും അവർ തൊഴാൻ. ഈ വഴിയാണ് വരുന്നത്, മെയിൻ ഗേറ്റ് വഴി വരാം. മെയിൻ ഗേറ്റ് വഴി വരാം. എന്താണ് ലാസ്റ്റ് പറഞ്ഞത്? അവര് തുറക്കില്ലാന്ന് തന്നെയാണ് ഉറപ്പിച്ച് പറഞ്ഞത്? എന്തോ അത് അറിഞ്ഞൂടാ. ഇതിന് വേറെ ആളുകളുണ്ട്, എനിക്ക് അറിഞ്ഞു. എന്താണ് അമ്മയ്ക്ക് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളത്? വേറെ ഈ ഇത്തിരി തന്നെ എനിക്ക് പറയാം. ഞാൻ അവിടെ ഞാൻ തൂത്തുവാരി പാത്രം കഴുകണം. ഞാൻ ചെറുതിലേ പോയി എല്ലാം ചെയ്യണം. വേറെ ആരുമില്ല. ഞാനും കമ്മിറ്റിക്കാരൻ പയ്യന്മാരും പിന്നെ ഒരു സ്ത്രീയുണ്ട്, 6-7 പെണ്ണുങ്ങളും. ശരിക്കും അവർക്ക് എന്തെങ്കിലും ദേഷ്യത്തിന്റെ പുറത്ത് എന്തെങ്കിലും ചെയ്തതാണെന്ന് തോന്നുന്നു. തന്നെ തോന്നും. ഇവിടെ പാർട്ടി മാറും എന്നുള്ള ഒരു തോന്നലുകൊണ്ട് അവരെ ഇവിടെ ഇപ്പൊ CPM അല്ലേ ഭരിക്കുന്നത്, അപ്പൊ പാർട്ടി മാറും എന്നുള്ളൊരു ഭയം കൊണ്ടോ അല്ലെ അങ്ങനെ ഒരു ഇലക്ഷൻ ആയതുകൊണ്ട് അങ്ങനെ ചെയ്തത് എന്തെങ്കിലും ആണ്? അങ്ങനെയൊന്നും എല്ലാം തന്നെയാ എനിക്കറിഞ്ഞില്ല. ഇവിടെ ഇപ്പൊ അടുത്ത് മുസ്ലിംസ് ഒക്കെയാണല്ലേ താമസിക്കുന്നത്? മുസ്ലിം അവര് എങ്ങനെ സഹകരണങ്ങളൊക്കെ? അവര് നല്ല സാധനങ്ങളുണ്ട്, അവർക്ക് ഒരു കുഴപ്പമില്ല. അവരെല്ലാം ചെയ്യും. അവരെല്ലാം എല്ലാ സാധനങ്ങളും മാറ്റി തരും. തിരുവാതിര വരുമ്പോ കഞ്ഞിയൊക്കെ വാങ്ങിക്കാൻ വരും. അവർക്ക് ഒരു തർക്കവും ഇല്ല. ബാക്കി ആരുടെ ഈ തർക്കം പറഞ്ഞത് എനിക്കറിഞ്ഞു. ഈ പാർട്ടിക്കാർക്കാണ് പ്രശ്നം പറയുകയാണെങ്കിൽ അല്ലെ? ഇവിടെയുള്ള അങ്ങനെയൊന്നുമില്ല. ഇത് അങ്ങോട്ട് എവിടെയുള്ള നമുക്ക് ഇനിയിപ്പം ഈ മാസം 6-ാം തീയതി പരിപാടി. എന്ത് പരിപാടി? അത് പൂജ. ഭഗവാനി പൂജ എന്ന വലിയ പൂജ. അത് വെച്ച് നടത്താൻ പറ്റുമെന്ന്. ഹലോ.